ഇപ്പൊ മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ചിലരൊക്കെ എന്നെ വിളിച്ചു, എന്താ കണ്ണാ കല്യാണത്തിന് പങ്കെടുക്കാത്തേന്ന്. അത് പിന്നെ വിളി വരുമല്ലോ. അവർക്കെല്ലാം കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. മേഘനെ അറിയാത്തവർക്ക് അവന്റെ സ്വഭാവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ കണ്ണേട്ടന്റെ കുടുംബത്തിലുള്ളവർക്ക് എന്നെ വെറുക്കാൻ ഒരു കാരണം കൂടിയായി. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ല, തന്റെ അമ്മ പോയി കാണോ കല്യാണത്തിന്? അമ്മ പോവാനായിട്ട് പുറപ്പെട്ടതാ. കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ അത് തടഞ്ഞു. നന്നായി. ആ കല്യാണത്തിന് പോയി വധൂവരന്മാരെ ആശീർവദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നാളെ കരയാൻ വേണ്ടിയിട്ടാ ഇന്നത്തെ മഞ്ജുവിന്റെ സന്തോഷം. അതെനിക്ക് 100% ഉറപ്പാ. ഉണ്ണി അവളും തമ്മിലുള്ള സ്നേഹത്തെക്കാളും കൂടുതലാ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം. അവൾ എന്തിനും ഏതിനും ആശ്രയിച്ചിരുന്നത് എന്നെയാ. ഞാൻ എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാ അവക്കും വേണ്ട. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏട്ടനാണ് ഞാനെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാന കർമ്മം ചെയ്യുന്ന സമയത്ത് അവൾ ഏട്ടനെ മറന്നു. ഏട്ടന്റെ വാക്കുകൾക്കും വലിയ വിലയും തന്നില്ല. ഇനി അനുഭവത്തിലൂടെ പഠിക്കട്ടെ. അത് കഴിഞ്ഞ് അവൾ അവളുടെ ഏട്ടനെ തിരിച്ചറിയട്ടെ. 11:30 കല്യാണം. 12:30 കഴിയുമ്പോൾ പുറപ്പെടും. ഇപ്പൊ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പുറപ്പെടട്ടെ. നല്ലൊരു ജീവിതത്തിൽ നിന്നും ചതിയും വഞ്ചനയുള്ളൊരുത്തന്റെ ലൈഫിലേക്കാ അവൾ കടന്നു ചെല്ലുന്നത്. ആദ്യത്തെ 1-2 വർഷം അവൻ ചിലപ്പോൾ അവളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുമായിരിക്കും. അത് കഴിഞ്ഞ അവൾ തിരിച്ചറിയുന്നത് മുറച്ചെറുക്കൻ എന്താണെന്ന്. അവനും അവളും പങ്കെടുത്തില്ലെങ്കിൽ എന്താ? ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നല്ലോ. എന്നാലും കല്യാണ സമയത്ത് പെങ്കൊച്ചിനൊന്ന് അനുഗ്രഹിക്കാനെങ്കിലും അവൻ വരേണ്ടതായിരുന്നു സീമന്തിനി. പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. ഒരു കാലണ അവൻ ഈ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. ഒരു തരി പൊന്നു പോലും പെൺകൊച്ചിന് കൊടുത്തിട്ടില്ല. അവനെല്ലാം കൂടെ കെട്ടിപ്പൂട്ടി വെക്കട്ടെ. കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങളൊക്കെ നോക്കിക്കോ ചേച്ചി. അവസാനേ അവളെല്ലാം അവളുടെ പേരിലാക്കിയിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കും. അവനും അവളും തമ്മിലുള്ള ദാമ്പത്യത്തിന്റെ ക്ലൈമാക്സ് അത് തന്നെ.